ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെന്മേൽ എന്ന സ്ഥലത്ത് 39 വയസ്സുള്ള രാജു ടിയാന്റെ ഭാര്യയെ ആസിഡ് ഒഴിച്ച് ദേഹോദ്രേൽപ്പിച്ച കേസാണ്. നമസ്കാരം, റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം നിലമേലിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും ആസിഡ് കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ചയാളെ ചടയമംഗലം പോലീസ് പിടികൂടി. നിലമേൽ ആലയിലാണ് സംഭവം നടന്നത്. ആക്രമണത്തിൽ ആലയിൽ അനന്തവിലാസത്തിൽ 36 വയസ്സുള്ള അജിതയ്ക്കും 70 വയസ്സുള്ള അജിതയുടെ മാതാവ് തങ്കമണിക്കുമാണ് പരിക്കേറ്റത്. കഴിഞ്ഞ 3 മാസമായി അജിത ഭർത്താവ് രാജുവുമായി പിണങ്ങി അജിതയുടെ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. അജിതയും രാജുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് 15 വർഷമായി. രാജുവിന് ഭാര്യ അജിതയോടുള്ള സംശയ നിമിത്തമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. ആസിഡ് ഒഴിച്ച് ദേഹോദ്രേൽപ്പിച്ച കേസാണ്. അത് ഇന്നലെ വൈകുന്നേരം 5:30 മണിയോടെയാണ് ഈ കേസ് റിപ്പോർട്ടായത്. ഇന്നലെ രാജു ജോലി കഴിഞ്ഞ് വന്ന് ഭാര്യ താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് വാക്കേർക്കത്തിൽ ഏർപ്പെടുകയും ആസിഡ് ഒഴിക്കുകയായിരുന്നു. ഇവർ 3 മാസം കൊണ്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഭാര്യയുടെ പേരിലുള്ള മറ്റ് സംശയത്തിൻ്റെ പേരിലാണ് ഭർത്താവ് ഇങ്ങനെ ചെയ്തതാണെന്ന് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ചടയമംഗലം CI സുനീഷ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത്. പ്രതിയെ ഉടൻ തന്നെ മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിക്ക് ഭാര്യയുടെ വീട്ടിലെത്തിയ രാജു വാതിലിൽ മുട്ടി വിളിക്കുകയും കതകു തുറക്കുവാൻ അജിതയോട് പറയുകയും ചെയ്തു. തുടർന്ന് കതകു തുറക്കവേ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് താലിമാല തിരികെ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാല കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന അജിതയുടെ മുഖത്തും ദേഹത്തും ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ഒഴിക്കുകയായിരുന്നു. തടസ്സം പിടിക്കാനെത്തിയ അമ്മയെയും പ്രതി ആക്രമിച്ചു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചടയമംഗലം CI സുനീഷ്, SI മോനിഷ്, SI ഉണ്ണികൃഷ്ണൻ, CPO രാജേഷ്, ഡ്രൈവർ CPO സജിത്ത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയത്. സയന്റിഫിക് ഓഫീസറും വില്ലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. റൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ഇവിടെ സംസാരിക്കും. ഇവിടെ ഇരിക്കുകയായിരുന്നു.